എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴങ്കഞ്ഞി, ഒരു നാടൻ രീതിയിലെ പഴങ്കഞ്ഞി. കുറച്ച് ചെറിയ ഉള്ളി, ഈ ചൂട് സമയത്ത് ശരീരത്തിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു തണ്ട് കറിവേപ്പില വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കാന്താരി മുളകാണ്. കാന്താരി മുളകില്ലാത്തതുകൊണ്ട് 2 പച്ചമുളക് എടുത്തു. എല്ലാം കൂടെ നല്ലതുപോലെ ചതച്ചെടുക്കുക. ഈ നാടൻ രീതിയിലെ പഴങ്കഞ്ഞി നമ്മുടെ ശരീരത്തിന് ഇപ്പോഴത്തെ ചൂടിൽ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഒരു ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ ഈ ചാനലിന് മുന്നോട്ടുള്ള വിജയം. തലേ ദിവസം വെള്ളം ഒഴിച്ചിട്ട പഴങ്കഞ്ഞിയാണ്. ആ രീതിയിലെ പഴങ്കഞ്ഞി തന്നെയാണ് എടുക്കാറുള്ളത്. അതിലേക്ക് നവക്കെ വെള്ളമൊഴിച്ച് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പുളിക്കനുസരിച്ച് തൈര് ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്ത ഫുൾ തൈരും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് തൈര് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പഴങ്കഞ്ഞിയുടെ കൂടൊപ്പം കുടിക്കാൻ ചുട്ടപ്പപ്പടവും ഉണക്കമീൻ വറുത്തതും പിന്നെ മാങ്ങ അച്ചാറും കയ്പില്ലാത്ത ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത നാരങ്ങ അച്ചാറും മാങ്ങാക്കറിയും എടുത്തിട്ടുണ്ട്. ഇത് മാങ്ങയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 റെസിപ്പിയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സത്യം പറയാലോ, ഈ മാങ്ങാക്കറിയും പപ്പടവും അച്ചാറും എല്ലാം കൂടെ കൂട്ടിയടിച്ചപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ബൈ.